അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ രാവിലെ സുബഹി നമസ്കാരത്തിന് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് അടുപ്പിലെ ചാരമൊക്കെ വാരിയതിന് ശേഷം ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ട് തീയൊക്കെ പിടിപ്പിക്കുവേ. അതിന് ശേഷമാണ് നമസ്കരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ട് കിടക്കും. അപ്പോഴത്തേക്ക് അരി കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് രാവിലെ മുതൽ വീഡിയോ എടുക്കണമെന്നൊക്കെ തലേന്ന് പ്ലാൻ ചെയ്തിട്ട് കിടന്ന് പിറ്റേന്ന് സുബഹി സമയമൊക്കെ ആയി എണീറ്റു. അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം കറണ്ട് പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ അരി ഇടുന്നതോ അങ്ങനെയൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ മൊബൈലിൻ്റെ വെട്ടത്തിൽ അല്ലെങ്കിൽ തന്നെ കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മൊബൈൽ അത്ര ക്ലിയർ അല്ല വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ കറണ്ട് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ നമസ്കാരവും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, വന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു. അരിയൊക്കെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ ഇടണം. വെണ്ണീറൊന്നും ഞാൻ കൊണ്ട് കളഞ്ഞൊന്നുമില്ല കേട്ടോ. ചാരമൊക്കെ അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ എണീറ്റു പാത്തുവിന് വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളും ഒക്കെ വെച്ച് കേട്ടോ. പിന്നെ അപ്പമൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞു. പാത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കി. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂടൊക്കെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പാത്തുവിനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരികെ വന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ വീഡിയോയും കാര്യങ്ങളും അങ്ങോട്ട് എടുക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ബാങ്കിലൊക്കെ പോയി മോളെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ബാങ്കിൽ പോയത്. ബാങ്കിൽ പോയിട്ട് പിന്നെ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കുന്നു കൂട്ടി വെച്ചിട്ടാണ് പോയത്. വന്നതിന് ശേഷം കേട്ടോ കഴുകിയൊക്കെ. എന്നും അങ്ങനെ തന്നെയാണ്, വന്നതിന് ശേഷം പാത്രമൊക്കെ കഴുകാനായിട്ട് നിൽക്കുന്നത്. നമ്മൾ അപ്പോഴപ്പോഴും എടുക്കുന്ന പാത്രങ്ങൾ കഴുകാറുണ്ട്. അല്ലാതെ കറി വെച്ചതും ചായ ഇട്ടതും ഒക്കെയുള്ള പാത്രങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഇവിടെ കിടക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതുപോലെ മടി പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ കഴുകിയത്. അപ്പോൾ അനിയത്തി പാത്രം കഴുകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പം പൈപ്പിൽ മോട്ടറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് കൊണ്ടുപോയിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ തിട്ടയൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റമദാന് മുമ്പേ എല്ലാം കുറച്ചായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ വീട്ടു ജോലിയും എല്ലാം നടത്തണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്യാസ് ഇരിക്കുന്ന ആ ഒരു തിട്ടയൊക്കെ അവിടെ നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അവിടെ വെറുതെ ഇങ്ങനെ സിമൻറ്റ് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്റ്റൗവൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നു. നമ്മൾ സാധാരണ തുടച്ചെടുക്കുക ചെയ്യാറ്. ഇന്നാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. വലിയ കശറയൊന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുന്നത് അടുപ്പിലാണ്, വിറകടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗുലുമാലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം പിന്നെ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി. മുറ്റം ഇന്നലെ മിനിഞ്ഞാന്നും ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു. കാരണം കാറ്റുണ്ട്. ഇപ്പോൾ ഭയങ്കര കാറ്റാട്ടോ. കുറച്ച് ദിവസം കൊണ്ട് കാറ്റുള്ളത് കൊണ്ട് നമ്മൾ മുറ്റം അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇന്നും കാറ്റുണ്ട്. എന്നിരുന്നാലും വലിയ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ തൂക്കും, ബാക്കി കുറച്ച് അനിയത്തി തൂക്കും എന്ന് വിചാരിച്ചിട്ട്. കിണറിൻ്റെ വശങ്ങളിലാണ് കേട്ടോ എപ്പോഴും അങ്ങനെ കരിയില കുന്നുകൂടി കിടക്കുന്നത്. അപ്പോഴും അവിടെ അങ്ങ് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മാവാണല്ലോ, ആ ഭാഗങ്ങൾ മാവ് നിൽപ്പുണ്ട് കേട്ടോ. 3 മാവുണ്ട് ഫ്രണ്ട് വശത്ത് തന്നെ. അപ്പോൾ ആ മാവിൻ്റെ ഇലയും അതുപോലെ മാവ് ഇപ്പോൾ പൂത്തിട്ട് മാങ്ങയൊന്നും നമുക്ക് നല്ല രീതിയിലൊന്നും ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല. എന്താണെന്ന് അറിയത്തില്ല. ഇനി വെയിലൊക്കെ കൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഉള്ളതെല്ലാം കൂടെ ഇങ്ങനെ പൊഴിഞ്ഞ് അങ്ങ് പോവുക ചെയ്യുന്നത്. ഈ പരുവത്തിനുള്ള എല്ലാം പൊഴിഞ്ഞ് കിടക്കാം കേട്ടോ. ഞങ്ങൾ പറക്കി വെച്ചിട്ട് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടി മാങ്ങയൊക്കെ ആയിട്ട് പൊഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. മുറ്റമടിയൊക്കെ കഴിഞ്ഞിട്ടോ. വാരിക്കൊണ്ടിട്ടിട്ട് തീ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു തീ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് തീ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ കുറച്ച് തുണികളൊക്കെ ഇന്നലെ വൈകുന്നേരം കേട്ടോ തുണിയൊക്കെ കഴുകിയത്. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടാണ് തുണി കഴുകാൻ ഇറങ്ങിയത്. കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് വൈകിട്ടാണ് തുണിയൊക്കെ രാവിലെ മുക്കി വെച്ചിരുന്നത് കേട്ടോ. പൊടിയൊക്കെ മുക്കിയിട്ട് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും തുണി കഴുകാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ തുണികളൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാക്കക്കുയിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സിനിമയും കണ്ടിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ ഇരിപ്പുണ്ട്. മത്തിയാണ് മീൻ.
അപ്പോൾ നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കണം, ബാക്കിയുള്ള ജോലികളിലൊക്കെ പോകണം, പിന്നെ റായൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഉമ്മച്ചി അപ്പുറത്തിരുന്ന് കാര്യം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഉമ്മച്ചി 1-2 സാധനം കൂടെ പറഞ്ഞിരുന്നു കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മറന്നുപോയി. ആ കാര്യമാണ് ഉമ്മച്ചി പറയുന്നത്. രണ്ടാമത് ഇവിടെ അടുത്ത് കട തന്നെയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോകാനായിട്ട് ഇപ്പോഴത്തെ വെയിൽ കാരണം പോകാനായിട്ടൊരു മടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയെ സമാധാനിപ്പിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടുകാരി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നും വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. എനിക്ക് ഒരു ദിവസം പോലും വീഡിയോ അങ്ങനെ മുടങ്ങുന്നത് ഇഷ്ടമല്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രധാനമായിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ പോവേണ്ടി വന്നു കഴിഞ്ഞാലാണ് മുടങ്ങുന്നത്. അല്ലാണ്ട് വീഡിയോ മാക്സിമം ഞാൻ വീഡിയോ എടുത്ത് വെക്കാറാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റേതായ ചില കുഴപ്പങ്ങളൊക്കെ കാണും. പിന്നെ തുണികളൊക്കെ മടക്കി കൊണ്ട് അലമാരി വെച്ചിട്ടോ. അത് എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ കൂട്ടിയിട്ടിരുന്ന എൻ്റെ സ്വഭാവത്തിന് ഞാൻ അപ്പോഴൊന്നും മടക്കിയൊന്നും വെക്കത്തില്ല കേട്ടോ. എപ്പോഴെങ്കിലും മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ തുണി തന്നെ വീണ്ടും എടുത്ത് കഴുകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭയങ്കര മടിയാണ്. തുണി ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുന്നുകൂടിയാലും അവിടെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് നേരെ വന്നു. ഇനിയിപ്പോൾ എറായി ഒന്ന് തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ വലയൊക്കെ അടിച്ചതിന് ശേഷം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തറയിൽ മൊത്തവും നല്ല രീതിയിലുള്ള അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി തുടയ്ക്കണം. കാരണം എന്നും പാത്തു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തറയിലൊക്കെ കൊണ്ടിടാറുണ്ട്. അപ്പോൾ എന്തായാലും തുടയ്ക്കണമെന്ന് വെച്ചു. ഇന്നലെ രാത്രി കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഇറയത്ത് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മളിങ്ങനെ തുണി വെച്ചെല്ലാം തുടച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തുടച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിലൊന്ന് കഴുകി ഇറക്കേണ്ടതുണ്ട്. നമുക്ക് റമദാന് മുമ്പ് എന്തായാലും നല്ല രീതിയിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് കഴുകി ഇറക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് കഴുകി ഇറക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. പിന്നെ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെള്ളം കിണറിൽ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം അങ്ങനെ വറ്റി തറ പോലെ കിടക്കുമൊന്നുമല്ല, വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് കുടിക്കാനൊന്നും പറ്റത്തില്ല. ഓരു വെള്ളം ഉണ്ടല്ലോ, ചെറിയ ചെളി വെള്ളം ഉണ്ടല്ലോ, അതായത് നമുക്ക് കുളിക്കാനൊക്കെ എടുക്കാൻ പറ്റും. ഒരു ചെവയുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊന്നുമല്ല. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തെങ്കിലേ ആവത്തുള്ളൂ കേട്ടോ. നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ വെള്ളം ആവുമായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ മേടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം പണ്ടൊക്കെ നമ്മളിങ്ങനെ തൊട്ടടുത്ത് കിണറിൽ വെള്ളമൊന്നുമില്ല. ഈ പരിസരത്തുള്ള അയൽക്കാർക്കൊന്നും വെള്ളമില്ല കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാണ്. ഈ പരിസരത്ത് പാറയൊക്കെ ആയതുകൊണ്ടായിരിക്കും വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരിസരങ്ങളിലെ കിണറിലെ വെള്ളം എല്ലാം വറ്റും. പിന്നെ നമ്മൾ ഇപ്പം അങ്ങ് മേടിക്കുക ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരുപാട് കോരുമായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോയി എന്തായാലും കോരിക്കൊണ്ടൊക്കെ വരുമായിരുന്നു കേട്ടോ പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ പിന്നെ മേടിക്കുക ചെയ്യുന്നത്. അപ്പോൾ കിണറിൽ വെള്ളം പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കിണറിൽ വെള്ളം കിടപ്പുണ്ട്, പക്ഷേ നമുക്ക് കുടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. തുണികളൊക്കെ കഴുകാനും ഇപ്പം നമ്മൾ അകത്ത് നമ്മളിപ്പോൾ കഴുകാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റത്തേ ഉള്ളൂ കേട്ടോ. അല്ല, കുടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെ കൊണ്ടുവന്ന പച്ചക്കറിയിൽ എല്ലാം പറക്കി മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് കേട്ടോ. പച്ചമുളകും കുറച്ചധികം മേടിച്ചിട്ടുണ്ട്. നമുക്ക് കൊണ്ടാട്ട മുളക് ഇടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഴയായപ്പോഴത്തേക്കും കൊണ്ടാട്ടം ഇട്ടത് പന്നലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല മഴ സീസണിലായിരുന്നു നമ്മൾ ചെയ്യാൻ നോക്കിയത്. അപ്പോഴത്തേക്കും നല്ല വെയിലൊന്നും കിട്ടാതെ ഉണങ്ങാതെയൊക്കെ ഇരുന്നിട്ട് അത് വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടാട്ട മുളക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികമായിട്ട് പച്ചമുളകൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയും തക്കാളിയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം കാലിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം വലിയ പീസായിട്ടാട്ടോ അവർ വെട്ടിയിട്ടത്. ഇനിയിപ്പോൾ അതൊക്കെ എല്ലാം നുറുക്കിയെടുത്തിട്ട് ചെറുതാക്കി വെക്കണം. പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇന്ന് ഇതിലൂടെ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് സമയമൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ കറക്റ്റ് സമയത്തിനൊന്നുമല്ല അപ്ലോഡ് ആക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോ കറക്റ്റായിട്ടൊന്നും ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ എഡിറ്റിങ്ങിലാണ് താമസിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ പോവേണ്ടി വരുമല്ലോ. വീട്ടാവശ്യങ്ങൾക്ക് തന്നെ എന്തെങ്കിലും മേടിക്കാനോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തിന് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സമയം അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കത്തില്ലേ.
അപ്പോൾ അതേ ചിക്കൻ കറി വെക്കാനായിട്ട് പോകുക കേട്ടോ. ഇന്ന് ചിക്കൻ കറിയും മുട്ടക്കോസും മെഴുക്കുരട്ടിയും. അപ്പോൾ അതിൻ്റെയൊന്നും റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം അത്രയും നമുക്ക് ഇത്ര മിനിറ്റേ ഇടാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് പോവുകയാണേ. പാത്തുവിന് രാവിലെ മോര് കാച്ചിയതും അതുപോലെ ചീര തോരനും മുട്ടയൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പോൾ അവൾക്ക് മാത്രമായിട്ടാണ് രാവിലെ ഉണ്ടാക്കിയത്. മോര് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോര് കറി ഉണ്ടാക്കി ചീരത്തോരനും ഒക്കെ വെച്ചിട്ടാണ് മോൾക്ക് കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കറി വെക്കാനായിട്ട് പോവുക. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റൈലിലെ ചിക്കൻ കറിയൊക്കെ ഇതിന് മുന്നേയും കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുകയാണ് കേട്ടോ. ഒരാളെങ്കിലും ചിലപ്പോൾ ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ടത്. ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മസാലകളെല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ചിലപ്പം അല്ലാതെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ചൂടാക്കിയിട്ട് ഒന്നും അങ്ങനെ മൂത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു. പക്ഷേ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ ഓണെന്നും പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഓഫായിട്ടിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിൽ 2 സാധനങ്ങൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് കറിവേപ്പിലയും ഒന്ന് ഗരം മസാലയുടെ പൊടിയും ഞാൻ ഇട്ടത് കാണിച്ചിട്ടില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. വീഡിയോയിൽ എടുക്കാനായിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ്. അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറി എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് എന്താണെന്നും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണാം.